എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്നൊരു ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ പോവാണ്. അപ്പോൾ യാത്ര പോകുന്നതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത്. തലേ ദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ എത്ര ഡ്രസ്സ് എടുക്കുന്നു, എന്തൊക്കെ കൊണ്ടുപോകുന്നു, ഇതൊക്കെയാണ് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളായിട്ടുള്ള യാത്രയിൽ നമ്മൾ കരുതേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ വിക്കിയേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. വിക്കിയേട്ടൻ്റെ കുറച്ച് ഡ്രസ്സസ് ഉണ്ട്. പിന്നെ വിക്കിയേട്ടന് പിന്നെ യാത്രയൊക്കെ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് വിക്കിയേട്ടന് ഒരു ടീഷർട്ടും ഒരു 2 ടീഷർട്ടും ഒരു ജീൻസ് പാൻറ്റൊക്കെ മതി എന്നാണ് പറയുന്നത്. അല്ലേ? ഞങ്ങൾ ബാംഗ്ലൂരാണ് പോകുന്നത്. ബാംഗ്ലൂർ ഒരുപാട് നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമാണ് ഞങ്ങൾക്ക്. ഞാൻ പ്രഗ്നൻ്റ് ആയത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിലാണ്. ഗുഡ്. ഈ കോലാഹലങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ പാക്കിംഗ് തിരക്കിലാണ്. പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലാണ്. എൻ്റെ സ്വന്തം മംഗലാപുരം. കാരണം ഞാൻ കേരളത്തിൽ നിന്ന്, അതായത് എൻ്റെ ബാങ്കിങ്ങിൽ മംഗലാപുരത്തിന് എത്താനുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബാങ്ക് എംപ്ലോയീസിനും നമുക്ക് വൺസ് ഇൻ ഒരു ടേം എന്തായാലും പുറത്ത് പോകണം. അതായത് ഒരു 3 to 5 years കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് എന്തായാലും പോകണം. അപ്പോൾ നോർമലി നമ്മൾ പാലക്കാടുള്ള റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ കോയമ്പത്തൂർ ആണ് കൊടുക്കാറ്. ബട്ട് ഇത് അപ്രതീക്ഷിതം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ട്രാൻസ്ഫർ ആയിരുന്നു ആ സമയത്ത് വന്നത്. അതുകൊണ്ട് എനിക്ക് മാംഗ്ലൂരാണ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് മാംഗ്ലൂർ കിട്ടിയ സമയത്ത് എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഒരു മോനെ, കാരണം ഞാൻ കണ്ട മംഗലാപുരം, കാരണം അതിന് മുമ്പ് പോയിട്ടേ ഇല്ല. നമ്മൾ കേട്ട മംഗലാപുരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മലയാള സിനിമയിലും ഗുണ്ടകൾ വണ്ടി കയറുന്നത് മംഗലാപുരത്തേക്ക്. തോക്ക് വെടിവെപ്പ് ഗുണ്ടകത് മാത്രമേ ഉള്ളൂ മംഗലാപുരം. ഞാൻ പോകുമ്പോൾ തന്നെ വേണമെങ്കിൽ വിക്കി മാറ്റിക്കോ, അവിടെ ഇവിടുത്തെ ആൾക്കാർ പോലെ എങ്ങനെയൊക്കെയാണ് എന്നെ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് വിട്ടത്. എന്നിട്ട് ഞാൻ അവസാനം ബാംഗ്ലൂർക്ക് മാറ്റാൻ നോക്കി, നടന്നില്ല. അവസാനം മംഗലാപുരം പറഞ്ഞിട്ട് പോയി നോക്കി. ബട്ട് മംഗലാപുരം ഒരു സ്വർഗം തന്നെ, ഒരു കേരളം, ഒരു അടിപൊളി. ഞാൻ 3 വർഷമാണ് എനിക്ക് പുറത്ത് പോസ്റ്റിംഗ് ഉണ്ടാവും. അത് ഞാൻ 4.5 വർഷമായി എക്സ്റ്റെൻഡ് ആക്കി. പിന്നെയും ഞാൻ എക്സ്റ്റെൻഡ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ റേഷൻ കാർഡിൽ നിന്ന് എൻ്റെ പേര് വെട്ടുന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ആയി വന്നു. അതുപോലെ തന്നെ മംഗലാപുരത്തെ മെമ്മറീസ് ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. അത് കല്യാണത്തിന് മുമ്പായാലും പിൻപല്ല കല്യാണം കഴിഞ്ഞിട്ടായാലും. പിന്നെ മംഗലാപുരത്തിൽ നിന്ന് ஞாபகம் வருது മുതലാകെ വൈറലാണത് വന്നതും. അതായത് അവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഒന്ന് ക്രേസി കപ്പിൾ അവിടെ നിന്നാണ് ഫോം ആയത്. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നാണ് കൊറോണ വന്നു. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ കൊറോണ വന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആയി. അതിൽ ഈ ട്രോഫി ഉണ്ടായി. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ആവാൻ കാരണം അതാണ്. ഞാൻ ആ സമയത്തായിരുന്നു എൻ്റെ എക്സാംസ് ക്ലിയർ ചെയ്ത് എൻ്റെ ഡോക്ടർ പട്ടം കിട്ടുന്നത്. ആ സമയത്തായിരുന്നു ഞാൻ FMG ക്ലിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വാമിക്കുട്ടി വരുന്നത്. ഇതെല്ലാം അതെ, മാംഗ്ലൂർ സോ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് വാമിക്ക് എഴുത്തിനിരുത്താനാണ്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വാമിനെ എഴുത്തിനിരുത്താൻ പോവാണ്. അതായത് നമുക്ക് ഇപ്പോഴാണ് ഒത്തിറങ്ങി ടൈം കിട്ടിയത്. അപ്പോൾ കുറേ നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ ഇരുത്തേണ്ടതായിരുന്നു. ബട്ട് ടൈം കിട്ടാണ്ട് ഇപ്പോൾ എല്ലാം കൂടി ഇപ്പോൾ, കാരണം എല്ലാവർക്കും അറിയാം നമ്മൾ വിദ്യാരംഭം ആ ടൈമിൽ മാത്രം നമ്മൾ ഇവിടെ എഴുത്തിരുത്തുള്ളൂ. ബട്ട് മാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ഇതാക്കാം. പുല്ലൂർ മൂകാംബിക അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ അത് ആരെങ്കിലും എഴുത്തിനിരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് കറക്റ്റ് നല്ലൊരു പ്ലാൻ സജസ്റ്റ് ചെയ്യാം. അത് ഈ വ്ളോഗ് മൊത്തം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്തായാലും നമ്മൾ മംഗലാപുരം വരെ പോകുന്നുണ്ട്. അതായത് കോഴിക്കോട് നിന്ന് അപ്പുറത്തേക്കുള്ളവർക്കാണെങ്കിൽ കോമൺ ആണ്, വളരെ കോമൺ ആയിരിക്കും. ബട്ട് ഇങ്ങോട്ടേക്കുള്ളവർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അതേ പൊക്കോളൂ. കാരണം ഞാൻ അവിടെ 4.5 വർഷം ഉള്ളതുകൊണ്ട് മാംഗ്ലൂർ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയണതുകൊണ്ട് ഞാൻ അതനുസരിച്ച് പ്ലാൻ ചെയ്തു. ഏകദേശം ഒരു 2 days അല്ല, 1.5 day 2 days വരും. 2 days വരും. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മൂകാംബികയും പിന്നെ അതുപോലെ മുരുടേശ്വരം കൂടെ പോകാനാണ്. സെക്കൻഡ് ഡേ നമുക്ക് മാംഗ്ലൂരിൽ ജസ്റ്റ് ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ ഏകദേശം എല്ലാ ഹോട്ടൽസിൽ നിന്നൊക്കെ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഏറ്റവും മാംഗ്ലൂർ സ്പെഷ്യൽ എന്ന് പറയുന്നത് സീ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഫുഡ് എക്സ്പ്ലോറിങ് മംഗലാപുരത്ത് ആര് പോകുന്നെങ്കിലും മസ്റ്റാണ്. അവിടെ ഞങ്ങളുടെ ഫേവറേറ്റ് ഗിരിമഞ്ചാസ്, മച്ചലി, നാരായണ പറഞ്ഞ കടകളൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്. അതിൽ ഗിരിമഞ്ചാസ് ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വ്ളോഗുകളും, കാരണം കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷെ എല്ലാം അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. കാരണം മെമ്മറീസ് നമ്മൾക്ക് ஞாபகம் വെറുതെ സീനുകൾ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ടൈമേ ഉള്ളൂ, കുറേ സ്ഥലം പോകാനുണ്ട്. പിന്നെ മെയിൻ വാമിൻ്റെ എഴുത്തിനിരുത്തായതുകൊണ്ട് ഉള്ളത് സമയം നോക്കാം. അപ്പോൾ വാമിയുടെ പാക്കിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങളിന്ന് പാക്ക് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് എടുക്കുന്ന കാര്യങ്ങൾ കുറച്ച് കാണിക്കാം. ഞങ്ങളുടെ ഡ്രസ്സസും കാര്യങ്ങളും അതൊക്കെ ഓരോരുത്തർ ചോയ്സാണ്. പക്ഷേ കുട്ടികൾക്ക് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഭയങ്കര ജ്യൂസി ആയിട്ട് വേണം എടുക്കാൻ. ജ്യൂസി
ജ്യൂസി അല്ല, ജ്യൂസ്. നമ്മൾ ഭയങ്കര ജ്യൂസി ആയിരിക്കും. കാരണം എന്താ അവർ എന്താ ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ധരിപ്പിക്കുക പ്രധാനമാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്യുക പ്രധാനമാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ വ്ളോഗിൽ, പാക്കിംഗ് വ്ളോഗിൽ വാമിയുടെ ബാഗ് പാക്കിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഒരു ഷട്ടപ്പട്ടയെന്ന് കാണിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കുറച്ച് കുട്ടികളുടെ ഡ്രസ്സ് എടുക്കും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം എടുക്കാൻ. താങ്ക് യു. പിന്നെ കുട്ടികൾക്ക് ഓറൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാമി ബ്രഷൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന കോൾഗേറ്റിൻ്റെ പേസ്റ്റും അതുപോലെ ഒരു ബ്രഷുമാണ്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ബാഗ് പാക്ക് കാണിച്ചാൽ ചേച്ചി ലൗലാപ്പിൻ്റെ ബാഗിൽ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. പക്ഷേ ഇത് അത്ര കംഫർട്ടബിൾ ബാഗാണ്. ഇത് പ്രത്യേകിച്ച് വാമിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ബാഗാണ്. അതുകൊണ്ടാണ് കാണിക്കുന്നത്. നമ്മളെപ്പോഴും എന്താ കുട്ടികൾക്ക് മാത്രം സെപ്പറേറ്റ് ഒരു ബാഗ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സസ് ഇവൾക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രസ്സസ് ഞാൻ ഇതിനകത്തോട്ട് വെക്കുവാണ് കേട്ടോ. ഡ്രസ്സസ് അത് നമ്മുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ചാണ് വെച്ചു. പിന്നെ വാമിക്ക് എഴുത്തിനിരുത്തുമ്പോഴത്തേക്ക് സ്പെഷ്യലായിട്ട് ഒരു ഡ്രസ്സ് ഉണ്ട്. അത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വെച്ചു. പിന്നെ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യുമ്പോൾ കൂടെ കരുതേണ്ടതാണ് ഒരു സാനിറ്റൈസർ. എപ്പോഴും കൂടെ കരുതുക. അത് കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ സാനിറ്റൈസർ ഞാൻ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പോക്കറ്റ് നാപ്കിൻസ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ടിഷ്യൂ പേപ്പറാണ്. ഇതൊരു പോക്കറ്റ് നാപ്കിൻ പോലെ വരും. അപ്പോൾ ആ നാപ്കിൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും കൂടെ കരുതുന്നത് വെറ്റ് വൈപ്പാണ്. ലൗലാപ്പിൻ്റെ തന്നെയാണ്. വെറ്റ് വൈപ്പ് കൂടെ കരുതുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കുറച്ച് മെഡിസിൻസ് നമ്മൾ അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതിയിരിക്കണം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന പാരസിറ്റമോൾ സിറപ്പ്, കാൽപോൾ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജലദോഷം അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരു ജലദോഷത്തിനുള്ള ഒരു സിറപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെപ്പോഴും കൂടെ കരുതേണ്ടത് ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മോഷൻ സിക്നെസ് ഒക്കെ ഉള്ള ആൾക്കാരല്ല കുഞ്ഞുങ്ങൾക്ക് ചില കുട്ടികൾക്ക് മോഷൻ സിക്നെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മുടെ പീഡിയാട്രിഷ്യൻസ് സെപ്പറേറ്റ് ഒരു സിറപ്പ് കൂടെ പ്രിസ്ക്രൈബ് ചെയ്യും. അപ്പോൾ ആ സിറപ്പും കൂടെ കരുതണം. അതിപ്പോൾ സാധാ ഒരു യാത്രയ്ക്ക് അതായത് ഛർദ്ദിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ കരുതുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ 3 മെഡിസിൻസും അതിൻ്റെ കൂടെ സലൈൻ നേസൽ ഡ്രോപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ എടുത്ത് വെച്ച് നമ്മളുടെ യാത്രയുടെ ആ ഒരു എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പാരസിറ്റമോൾ, നമ്മുടെ കോൾഡിനുള്ള സിറപ്പ്, അതുപോലെ എമിസെറ്റിൻ, സലൈൻ ഡ്രോപ്സ് ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എസ്പെഷ്യലി പാലക്കാട് ഇവിടെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. 45 ഡിഗ്രി ഒക്കെയാണ്. സൺസ്ക്രീൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. മാംഗ്ലൂർ ക്ലൈമറ്റ് അത്ര ഇവിടെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കുഴപ്പമില്ല. ബട്ട് ഞാൻ ഒരു സൺസ്ക്രീൻ കൂടെ കരുതുന്നുണ്ട്. ഈ ബാഗിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ നമുക്ക് എല്ലാ പ്രോഡക്ട്സും കുട്ടികൾക്കുള്ള പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് സെക്ഷൻ ചെയ്ത് വെക്കാം. കാരണം അകത്തൊക്കെ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ ബാഗാണ്. മാമിയുടെ കുറച്ച് ക്ലിപ്സും ഹെയർ ആക്സസറീസും ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ബാത്ത് ടവലാണ്. ഇത് ബാത്ത് ടവൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് സ്വാഡിൽ ക്ലോത്താണ്. ഇത് സ്വാഡിൽ ക്ലോത്തായിട്ട് ഇപ്പോൾ കുഞ്ഞിലെ വാമിക്ക് യൂസ് ചെയ്തതാണ്. ഇപ്പോൾ വാമിക്ക് ഞാൻ അതൊരു ടവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ലൗലാപ്പിൻ്റെ മസ്ലിൻ സ്വാഡിൽ ക്ലോത്താണ് കേട്ടോ. ഇത് ഞാൻ കുഞ്ഞിലെ തൊട്ടേ വാമിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബ്രീത്തബിൾ ഫാബ്രിക്കോട് കൂടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 120 × 100 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇത് വളരെ ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ കുട്ടികളുടെ സ്കിൻ സേഫാണ്. പിന്നെ നമുക്ക് ഹൈ അബ്സോർബൻസ് തരുന്ന ഒരു ബെസ്റ്റ് ടവലാണ്. ഹൈ അബ്സോർബൻസി പോലെ തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആവാനും ഈ ഒരു ടവൽ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഈ ടവൽ യൂസ് ചെയ്താൽ. അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം, കുഞ്ഞിലെ ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സ്വാഡിൽ ചെയ്യും, നല്ലോണം പൊതിഞ്ഞ്, അതിനാണ് സ്വാഡ്ലിങ് എന്ന് പറയുന്നത്, പൊതിഞ്ഞ് വാമായിട്ട് സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക് സെലക്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കുഞ്ഞിലേ തൊട്ടേ വാമയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലവ്ലാപ്പിൻ്റെ 100% മസ്ലിൻ സ്വാഡിൽ ക്ലോത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രിൻസൊക്കെ വളരെ ക്യൂട്ടായിട്ടുണ്ട്.
ഇത് വാമിയുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ്. ഹാർട്ട് ഷേപ്ഡ് ആണ്. ബാത്ത് ടവൽ 3 എടുക്കുന്നുണ്ട്. കാരണം ഏകദേശം 2 days സ്റ്റേ ഉണ്ട്. അപ്പോൾ ഇത് ക്യൂബ് ഡ്രൈ ആണ്. എന്നാൽ പോലും അഥവാ എന്തെങ്കിലും ഒരു ഇതാകുമ്പോഴത്തേക്കും നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് ഞാൻ കാണിച്ചു. അതുപോലെ ഇതിപ്പോൾ വാമിയുടെ കുറച്ച് പഴയതായ സ്വെറ്റർ ക്ലോത്തൊക്കെ ഞാനും ഹസ്ബൻഡും ഒക്കെ നമ്മുടെ ബാത്ത് ടവലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്യൂട്ട് പ്രിൻ്റാണ്. ഒരു ബേർഡ്, യെല്ലോ ബേർഡ് പ്രിൻ്റോട് കൂടിയാണ് കേട്ടോ ഇത് വരുന്നത്. വിത്ത് ഒരു ഹാർട്ട് ഷേപ്പും കൂടെ ഉണ്ട്. നല്ല വലിപ്പത്തിലാണ് ഇത് വരുന്നത്. ഇത് മാമിയുടെ ഫേവറേറ്റ് ആട്ടോ. മാമി ഇത് ആർക്കും തരത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. ഞാനിത് ചോദിച്ചിട്ട് അവൾ തന്നില്ല. നെക്സ്റ്റ് ഇത് ഈ ഒരു, ഇത് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെനിക്ക് തരുമെന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. തരുമോയെന്നറിയില്ല. അതെ, നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രിൻറ്റ്. പിന്നെ ഈ സ്വാഡൽ ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് അത്യാവശ്യം 120 to 100 centimeter വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ ബ്ലാങ്കറ്റ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം. നല്ല ബ്രീത്തബിൾ ആയതുകൊണ്ട് ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ മാമിക്കിപ്പോൾ നമ്മളിത് ബാത്ത് ടവലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ കുറച്ച് അധികം ഉണ്ട് സ്വാഡൽ ക്ലോത്ത്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ബ്ലാങ്കറ്റായിട്ടും ബാത്ത് ടവലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് ഈ 3 ബാത്ത് ടവൽ എടുക്കുന്നുണ്ട്. നമ്മൾക്ക് കുഞ്ഞിലെ സ്വാഡൽ ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബർക്ക് ക്ലോത്ത് ആയിട്ടൊക്കെ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിത് വാഷ് ചെയ്തിട്ടാലും പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ ഒരു 3 ടവൽസ് ഞാൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രാവലിംഗ് ഒരു ട്രെയിൻ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഒരു 6 hours ഒക്കെ ഉണ്ട് നമ്മുടെ ജേണി. അപ്പോൾ കുട്ടികളെ കുറച്ച് എൻഗേജ്ഡ് ആക്കി വെക്കാനായിട്ട് അവിടെ ഫേവററ്റ് ടോയ്സോ കളറിംഗ് ബുക്സോ ഒക്കെ കൂടെ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ മാമിയുടെ ഒരു കുഞ്ഞ് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ കരുതുന്നുണ്ട്. പിന്നെ അതുപോലെ കളറിംഗ് ബുക്സും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാമിയുടെ ബാക്ക് പാക്കിംഗ്. പിന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് കുഞ്ഞുങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് വെള്ളം കൂടെ കരുതണം. ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് കരുതുന്നില്ല. നാളെ രാവിലെ ഈ ബാഗിൻ്റെ കൂടെ അതെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാമിയുടെ ബാക്ക് പാക്കിംഗ്. നാളെ കാണാം. ബിരിയാണി പൊതിഞ്ഞെടുക്കാൻ ഇലയിൽ ബിരിയാണി പൊതിഞ്ഞെടുക്കാനാണ് ന്യൂസ് പേപ്പേഴ്സ്. ഇപ്പോൾ 26-നാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അന്ന് ഇലക്ഷൻ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവാണ്. ഈ അച്ചാറും കുക്കുമ്പറും ഇവിടെ റെഡിയാണ്. ഞങ്ങൾ വെജ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ സ്മെല്ല് കേട്ടപ്പോഴേ വാമിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെയായിരുന്നു. ബിരിയാണിയാണ് അവളും കഴിച്ചത് രാവിലെ തന്നെ. പിന്നെ അമ്മ ദേ ഇവിടെ ഇഡ്ഡലി കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പോകാനുള്ള തിരക്കിലാണ്. ദേ നമ്മൾ ഇലയൊക്കെ എടുത്തു. ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും പൊതിയാണ് കേട്ടോ. പൊതി ബിരിയാണിയാണ് ചെയ്തത്. അമ്മ ദേ ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ചോറ് മാത്രം വെള്ളം പോലെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇതേ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഞാനുണ്ട്, വാമിയുണ്ട്, വിക്കേടിനുണ്ട്, ആദിയുണ്ട്, പിന്നെ അച്ഛനുണ്ട് ഈ ഒരു ഓട്ടോയിൽ. For the kind attention of passengers, train number 1615 Chennai Egmore Mangalapuram Express from 2 ദിവസത്തേക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് മൂകാംബിക മുരുടേശ്വർ വിസിറ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സെക്കൻഡ് ഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാംഗ്ലൂർ ഒന്ന് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അതേ വാമി ഇവിടെ സെറ്റാണ്. അവൾ കുട്ടി ബാഗും തൂക്കി വരുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ സെറ്റാണ്, റെഡിയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ടൂർ പോകുന്നത് തന്നെ. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയതും ഫുഡ് കഴിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഇത് വാമിയുടെ കുട്ടിപ്പൊതിയാണ്. അപ്പോൾ കുഞ്ഞു പൊതി വാമിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വാമി ഫുഡ് കഴിച്ചു. വാമി പറഞ്ഞാൽ എല്ലാം കഴിച്ചു. എല്ലാവരും നല്ല വിശപ്പിലിരിക്കുകയായിരുന്നു. ഫുഡിനൊക്കെ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 11:30 ഞങ്ങളുടെ ട്രെയിൻ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വെജ് ബിരിയാണിയും പിന്നെ മാങ്ങ ഉപ്പിലിട്ടതും
അതുപോലെ ക്യുക്കുംബറൊക്കെ വെച്ച് ഞങ്ങളുടെ ഉച്ചയൂണ് സെറ്റായി. സത്യം പറഞ്ഞാൽ ഒരു ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് സമയമുണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കരുതുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നല്ലത്. അവിടെ നിന്നെത്തി നോക്കുക. വാമിയും ആദ്യമൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി ആയിരുന്നു. കുഞ്ഞുങ്ങളെ യാത്രയിൽ കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഇതുപോലെ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാമെന്ന് കുറച്ച് ടോയ്സൊക്കെ കരുതുക. ഇത് പസിലാണ്, അപ്പോൾ കുറച്ച് ടൈം അവർ ഇതിൽ സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്കും അത് വളരെ റിലീഫായിരിക്കും. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ മാംഗ്ലൂരിലോട്ടുള്ള യാത്ര ഏകദേശം ഒരു 6 hours ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഒരുപാട് ഇരിക്കുമ്പോഴത്തേക്കും അവർ മടുത്തു പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ടോയ്സ് കൂടെ കരുതിയാൽ ബെസ്റ്റ് ആയിരിക്കും. അച്ഛൻ എന്തോ ഗാഢമായ ചിന്തയിലാണ്. ഇതാണ് നേത്രാവതി പാലം. അപ്പോൾ ഇനി കുറച്ചേ ഉള്ളൂ, നെക്സ്റ്റ് സ്റ്റോപ്പ് മാംഗ്ലൂരാണ്. ഒരുപാട് മെമ്മറീസൊക്കെ ഉള്ള നമ്മുടെ മാംഗ്ലൂരിലാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം അവിടെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് മെമ്മറീസാണ് അവിടെ. 2020 മാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയിട്ട് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ 4 years ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പോൾ 2024 ആയി. ആൻഡ് വി ആർ സോ എക്സൈറ്റഡ് ടു മീറ്റ് മാംഗ്ലൂർ അഗെയിൻ. ഒരുപാട് ഡിഫറൻസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വി ആർ സോ എക്സൈറ്റഡ്. അങ്ങനെ മാംഗ്ലൂർ സെൻറ്ററിൽ ഞങ്ങളെത്തി. ഞങ്ങളിവിടെ പ്രീപെയ്ഡ് ഓട്ടോ കൗണ്ടറിൽ ഓട്ടോ പിടിച്ചാണ് കേട്ടോ പോകുന്നത്. കുറച്ചുകൂടെ ബെറ്റർ അതാണ് പ്രീപെയ്ഡ് ഓട്ടോ. അപ്പോൾ ഓട്ടോയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും പണ്ട് ഞങ്ങൾ പോയ പ്ലേസസ്, റെസ്റ്റോറൻറ്റ്സ് ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു മെമ്മറിയാണ്, നല്ല ഫീലാണ്. അതുപോലെ തന്നെ ജ്ഞാപകം വരികേ, അതുപോലെ തന്നെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ ജ്ഞാപകമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ബാങ്ക് എംപ്ലോയീസിന് കൊടുക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. വണ്ടി വരുന്നുണ്ട്. ഓട്ടോയിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ പോയത് അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റായ ഹോട്ടൽ സായ് പാലസിലോട്ടാണ്. ഉടുപ്പി കഫേ അടുത്തുണ്ട്. ഇവിടെ മാംഗ്ലൂർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സുള്ള അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. എല്ലാവരും വൺ ടയർഡാണെങ്കിലും പോസിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ചിക്കൻ മലായി ആണ്. സത്യം പറഞ്ഞാൽ ഇത് ഒട്ടും സ്പൈസി അല്ല, നല്ല കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റാണ്, സ്റ്റാർട്ടറാണ് കേട്ടോ. അടിപൊളി ഫ്ലേവറായിരുന്നു. വാമിക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ഫിനിഷ് ചെയ്തപ്പോഴത്തേക്കും അടുത്ത് ഞങ്ങൾക്ക് സെർവ് ചെയ്തത് ചിക്കൻ ടിക്ക മസാലയാണ്. അത് സെർവ് ചെയ്തിട്ട് എല്ലാ പ്ലേറ്റിലും സെർവ് ചെയ്തിട്ടാണ് ഇവർ ഓരോ റൊട്ടീസ് കൊണ്ടുവരുന്നത്. ഞങ്ങൾ അതിൻ്റെ കൂടെ നീർദോശ അതുപോലെ ബട്ടർ നാൻ ഓർഡർ ചെയ്തു. പിന്നെ ഇത് വന്നത്, ഈ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചിക്കൻ ഹൈദരാബാദി ബിരിയാണിയാണ്. ഇത് നല്ല ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു പോട്ടിലായിട്ട് ആണ് വന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് എല്ലാവരും കഴിച്ചു, തൃപ്തിയായി, സൂപ്പർബായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് കഴിഞ്ഞ് നാളെ കാണാം. മൂകാംബികയിൽ ബൈ.